ജിഷ്ണു പ്രണോയ് കേസ് സർക്കാർ സിബിഐക്ക് വിട്ടു. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നടപടി. കൂടുതൽ വിവരങ്ങളുമായി എം.ആർ. സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, വിവരങ്ങൾ. ടോമി, തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ മരണം സിബിഐക്ക് വിട്ട സർക്കാർ ഉത്തരവായി. മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അച്ഛനും അമ്മയും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജിഷ്ണുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മരണം സംഭവിച്ച ഉടനെ തന്നെ ബന്ധുക്കളും സഹപാഠികളും ആരോപിച്ചിരുന്നു. 2017 ജനുവരിയിലാണ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ ജിഷ്ണുവിനെ അവശനിലയിൽ കണ്ടെത്തിയത്. കോപ്പി അടിച്ചെന്ന് ആരോപിച്ച് ബോർഡ് റൂമിലേക്ക് വിളിപ്പിച്ചതിന് ശേഷമായിരുന്നു അവശനിലയിൽ കണ്ടെത്തിയത്. ജിഷ്ണുവിന് മർദ്ദനമേറ്റിരുന്നുവെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിലും തെളിഞ്ഞു. മൂക്കിൽ അടിയേറ്റ പാടും ശകാരിക്കാൻ വിളിപ്പിച്ച മുറിയിൽ രക്തക്കറ കണ്ടതും മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പാമ്പാടി കോളേജ് ചെയർമാൻ P.K. കൃഷ്ണദാസ്, വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, PRO സഞ്ജിത്ത് വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെടെ 5 പേർക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നു. ഈ സാഹചര്യത്തിലാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യപ്രകാരം കേസ് സിബിഐക്ക് വിടുന്നത്. ജിഷ്ണു പ്രണോയ് കേസ് സർക്കാർ സിബിഐക്ക് വിട്ടു. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് നടപടി. എം.ആർ. സജേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക്. കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയത് 17 പേരുടെ പട്ടിക. കൊച്ചി മെട്രോയുടെ ശില്പി E. ശ്രീധരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ്, PT തോമസ് തുടങ്ങിയവർ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അതേസമയം കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടന ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്നും വേദിയിൽ ക്ഷണിക്കാത്തതിൽ വിഷമമില്ലെന്നും E. ശ്രീധരൻ പറഞ്ഞു. എന്നാൽ E. ശ്രീധരൻ, രമേശ് ചെന്നിത്തല, PT തോമസ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. ഈ മാസം 17 നടക്കാനിരിക്കുന്ന കൊച്ചി മെട്രോ റെയിലിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ വിശദവിവരങ്ങൾ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയച്ചിരുന്നു. ആകെ 17 പേരടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. വേദിയിൽ ഇരിക്കാനുള്ള 10 പേരുടെയും ചടങ്ങിൽ സംസാരിക്കേണ്ട 7 പേരുടെയും വിശദാംശങ്ങൾ പട്ടികയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി, ഗവർണർ, കൊച്ചി മെട്രോ റെയിൽ ഡയറക്ടർ, കൊച്ചി മേയർ എന്നിവരെ കൂടാതെ മെട്രോ റെയിലിന്റെ ശില്പി E. ശ്രീധരൻ, സ്ഥലം MLA PT തോമസ്, സ്ഥലം MP KV തോമസ്, മന്ത്രിമാരായ മാത്യു ടി തോമസ്, E. ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, തോമസ് ചാണ്ടി എന്നിവരും ലിസ്റ്റിലുള്ളവരാണ്. പക്ഷേ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ് ഉദ്ഘാടന വേദിയിൽ കേന്ദ്ര സർക്കാർ ഇടം നൽകിയിരിക്കുന്നത്. അതേസമയം മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിൽ താൻ പങ്കെടുക്കുമെന്നും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമില്ലെന്നും E. ശ്രീധരൻ വ്യക്തമാക്കി. എനിക്കൊരു വിവരമില്ല അതിനെ പറ്റിയിട്ട്. ഇല്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനല്ലേ ഞാൻ പോണത്. അതിനു വേണ്ടിയല്ലേ പോണത്. നേരപ്പോൾ കൊച്ചിക്ക് അതിന് വേണ്ടിയാണ് പോണത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പ്രതിഷേധമറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരിക്കുകയാണ്. E. ശ്രീധരനെയും പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും സ്ഥലം MLA ആയ PT തോമസിനെയും ഉൾപ്പെടുത്തണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെട്രോ റെയിൽ ഉദ്ഘാടനം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുതിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് സംസ്ഥാനത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കി. കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയ പട്ടികയിൽ E. ശ്രീധരന്റെ പേരില്ല. കൊച്ചിയുടെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് മെട്രോമാൻ E. ശ്രീധരൻ, KMRL MD ഏലിയാസ് ജോർജ് ഉൾപ്പെടെയുള്ളവരെയാണ് ഒഴിവാക്കിയത്. സ്ഥലം MLA, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകിയ 13 പേരുടെ പട്ടിക വെട്ടിച്ചുരുക്കി 7 പേർക്ക് മാത്രമേ വേദിയിൽ ഇടം നൽകിയിട്ടുള്ളൂ. വേദിയിലിരിക്കുന്ന 4 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ P. സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു എന്നിവർ. കൂടാതെ മന്ത്രി തോമസ് ചാണ്ടി, KV തോമസ് MP, മേയർ സൗമിനി ജെയിൻ എന്നിവരും വേദിയിലുണ്ടാകുമെന്നാണ് അറിയുന്നത്. മെട്രോ ഉദ്ഘാടന വേദിയിൽ നിന്ന് പ്രമുഖരെ ഒഴിവാക്കിയത് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ വാർത്തയോട് E. ശ്രീധരന്റെ പ്രതികരണം ഇങ്ങനെ. ആര് പറഞ്ഞു? എനിക്കൊരു വിവരമില്ല അതിനെ പറ്റിയിട്ട്. ഇല്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനല്ലേ ഞാൻ പോണത്. അതിനു വേണ്ടിയല്ലേ പോണത്. നേരപ്പോൾ കൊച്ചിക്ക് അതിന് വേണ്ടിയാണ് പോണത്. ശനിയാഴ്ച 11 മണിക്ക് കാരൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ലണ്ടനിലുണ്ടായ തീപിടുത്തത്തിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചു. പടിഞ്ഞാറൻ ലണ്ടനിലെ ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലണ്ടനിൽ നിന്നും സുഗതൻ ചേരുന്നുണ്ട്. ശ്രീ സുഗതൻ, ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 6 പേർ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇപ്പോൾ കഴിഞ്ഞ രാത്രി 12 മണിയോടുകൂടി തുടർന്ന തീപിടുത്തത്തിൽ ഏകദേശം 6ഓളം പേര് മരിച്ചു കഴിഞ്ഞു. 20ഓളം പേര് വളരെ ക്രിട്ടിക്കലായിട്ട് വിവിധ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നും വളരെ ഭയചകിതരായ പരിസരവാസികളെല്ലാവരും ഈ ഹോംലെസ് ആയ ആൾക്കാരെ സഹായിക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ധാരാളം പേർ സംഭാവനകളുമായി ഹോംലെസ് ആയ ആൾക്കാരെ സഹായിക്കുവാൻ പരിസരങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലേബർ പാർട്ടി നേതാവ് ശ്രീ ജെർമി കോർബിൻ ഗവൺമെന്റിനോട് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന നാളെ പാർലമെന്റിൽ ആവശ്യപ്പെടുമെന്നായി അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ലണ്ടനിലെ മൊത്തം കൗൺസിലുകളിൽ നിന്നും ഈ ഫയർ സേഫ്റ്റിയെ കുറിച്ചുള്ള ഒരു അവലോകനം നടത്തുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതിൽ നിന്ന് തെരേസ മെയ് പഠിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു പ്രസ്താവനയിലൂടെ ഹാരിയറ്റ് ഹാർമൻ പ്രസ്താവിച്ചത്. 2009 സമാനമായ ഒരു തീപിടുത്തത്തിൽ നിന്ന് 6ഓളം പേര് മരിച്ചിട്ടും ലണ്ടനിലെ ഫയർ സേഫ്റ്റി പുതിയ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു വിമർശനം ഗവൺമെന്റിനെതിരെ ഉയരുന്നു. സുഗതനൊപ്പം തന്നെ ഫ്ളാറ്റ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു നിലയിലാണ്. നിലം പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് സുരക്ഷയൊക്കെ ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ശക്തമായ തീപിടുത്തത്തിൽ ഇതിന്റെ സ്ട്രക്ചറിന് തന്നെ കാര്യമായ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. അത് ഏത് സമയവും നിലംപത്താമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അടുത്തുള്ള പരിസരത്തുള്ള ആൾക്കാരെ മാറി താമസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അങ്ങോട്ട് അടുക്കാതിരിക്കുവാൻ വേണ്ടി പോലീസ് ആൾറെഡി അവിടെ തന്നെ ഒരു കോർഡൺ ഓഫ് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അടുത്ത അനന്തര നടപടികൾ ഗവൺമെന്റ് ഉടനെ കൈക്കൊള്ളുന്നതായിരിക്കും. എന്തായാലും ആ ഒരു പ്രദേശം വളരെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മാതിരിയാണ്. അങ്ങോട്ട് ആരെയും കടത്തിവിടുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒഴിച്ചുള്ളവരെ ബാക്കി ഭവനം നഷ്ടപ്പെട്ട ആൾക്കാരെ അവിടെ നിന്നെല്ലാം മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ നിന്നും സുഗതനാണ് വിവരങ്ങൾ നൽകിയത്. ലണ്ടനിലുണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിച്ചതായാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിരവധി പേരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭക്ഷ്യ ഇറക്കുമതി വർദ്ധിച്ചതോടെ പ്രാദേശിക ഇനങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. 150 രൂപ കിലോയ്ക്ക് വിറ്റിരുന്ന വെളുത്തുള്ളി 10 രൂപയ്ക്ക് വിൽക്കുകയാണ് മധ്യപ്രദേശിലെ കർഷകർ. വിലയിടിവിൽ നട്ടം തിരിയുകയാണ് മധ്യപ്രദേശിലെ കർഷകർ. about 150 रुपये किलो थी गए साल, अब 10 रुपये किलो 15 रुपये किलो बस यही भाव चल रहा है. अभी इतने डाउन हो गया भाव. ഗതികേട് കൊണ്ട് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത 6 കർഷകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അതേ മധ്യപ്രദേശിലെ മൻസൂരിലെ തന്നെ മറ്റൊരു കർഷകന്റെ വാക്കുകളാണിത്. നവംബർ ആദ്യവാരം വരെ കിലോയ്ക്ക് 150 രൂപയ്ക്ക് വിറ്റിരുന്ന വെളുത്തുള്ളി ഇന്ന് ഈ കർഷകർ വിൽക്കുന്നത് വെറും 10 രൂപയ്ക്കാണ്. മുടക്കുമുതലിന്റെ 4/1 പോലും തിരിച്ചു ലഭിക്കാത്ത കാർഷിക ദുരവസ്ഥ. पर महंगा सस्ता जाओ फिर बाद में आखिरी टाइम में तो बेचना ही पड़ता है. फिर क्या करो? नहीं है 12 महीना चुकेगा यार. जनवरी महीना तक रहेगी ये फसल. हाँ बाद में खराब हो जाती है. बेचना पड़ेगा कि क्या भाव जाओ. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ വെട്ടിച്ചുരുക്കിയതോടെ വിദേശ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിൽ ആധിപത്യം നേടിത്തുടങ്ങിയതാണ് പ്രാദേശിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രഖ്യാപിച്ച നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ സ്തംഭനാവസ്ഥയിലായ കാർഷിക പ്രതിസന്ധിക്ക് പിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായില്ല. ഈ സാഹചര്യം മുതലെടുത്ത് ഇടനിലക്കാർ വിലയിടിച്ച് വൻ ലാഭം കൊയ്തതാണ് കർഷകരുടെ തകർച്ചയ്ക്ക് കൂപ്പുകൂട്ടിയിരിക്കുന്നത്. കിലോയ്ക്ക് 150 രൂപ ലഭിച്ചിരുന്ന വെളുത്തുള്ളി വെറും 10 രൂപയ്ക്ക് കിലോയ്ക്ക് വിൽക്കേണ്ട ഗതികേടിലാണ് രാജ്യത്തെ കർഷകർ ഇപ്പോൾ. രാജ്യത്തെ കാർഷിക മേഖല തകർന്നടിഞ്ഞു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നൽകാനാവുക? ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മധ്യപ്രദേശിൽ നിന്നും മനുശങ്കർ. സംസ്ഥാന ചരക്ക് സേവന നികുതി ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. ജൂലൈ 1 രാജ്യവ്യാപകമായി ഏകീകരിച്ച നികുതി ഘടന നിലവിൽ വരുന്നതിന്റെ ഭാഗമായാണ് ഓർഡിനൻസ്. GST നടപ്പാക്കുന്നതിന് മുന്നോടിയായി അതത് സംസ്ഥാനങ്ങൾ നിയമം പാസാക്കേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കുന്നത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതിയിൽ നടി ശാരദ, KB വത്സലകുമാരി എന്നിവരാണ് മറ്റംഗങ്ങൾ.
കേരള ചരക്ക് സേവന നികുതി ബിൽ 2017 ഓർഡിനൻസിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. GST നടപ്പാക്കുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബിൽ 2016 ഓഗസ്റ്റിൽ രാജ്യസഭയും ലോക്സഭയും പാസാക്കിയിരുന്നു. ജൂലൈ 1 മുതലാണ് GST രാജ്യത്ത് നടപ്പാക്കുന്നത്. അതിനു മുന്നോടിയായി അതാത് സംസ്ഥാനങ്ങൾ നിയമം പാസാക്കണം. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനം ഓർഡിനൻസ് ഇറക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിക്കാനുള്ള സുപ്രധാന തീരുമാനവും മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. മുൻ ഹൈക്കോടതി ജഡ്ജി ഹേമ അധ്യക്ഷയായ സമിതിയിൽ പ്രശസ്ത നടി ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KV വത്സരകുമാരി എന്നിവരാണ് മറ്റംഗങ്ങൾ. ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ അനേകം ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്നത് സംബന്ധിച്ച് വിമൻ ഇൻ കളക്ടീവ് സിനിമ മുഖ്യമന്ത്രിക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു. അത് പരിഗണിച്ചാണ് സർക്കാർ സമിതിയെ നിയമിക്കാൻ തീരുമാനിച്ചത്. പ്രശസ്ത സാമ്പത്തികാര്യ വിദഗ്ധൻ അന്തരിച്ച IS ഗുലാത്തിയുടെ വീട് പുതുക്കിപ്പണിയുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുമായി 25 ലക്ഷം രൂപ അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗുലാത്തിയുടെ വിധവ ലീല ഗുലാത്തി മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.